ഇന്ന് പൂരിയും മുട്ടക്കറിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സവാള എല്ലാം ചെറുതായിട്ട് കുത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇവിടെ ഏരി ആർക്കും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത്. ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളിയിട്ട് നല്ലപോലെ വഴറ്റുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഉപ്പൊന്നും ഇട്ട് വഴറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇടയ്ക്ക് ഉള്ളി ഒതുങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ചെറുതായിട്ടൊന്ന് ചെറിയ തീ വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഞാനൊരു അര തക്കാളി എടുത്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി പുളിയൊന്നും ആർക്കും വേണ്ടാത്തതുകൊണ്ട് അര തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി തക്കാളി നല്ല ഉടഞ്ഞ് നല്ല മിക്സ് ആവും. പിന്നെ നമ്മൾ നടുക്കൊരു കുഴി പോലാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് വഴറ്റിയിട്ട് നമുക്ക് എരി ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ വീട്ടിൽ ആവശ്യമായ ഗ്രേവിയുടെ തിക്നെസ് അറിയാമല്ലോ, അതനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ ബൂരിയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് റോസ്റ്റ് കണക്കാക്കിയില്ല. ഒരു ഗ്രേവി പോലെ ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ബൂരിക്കുള്ള മാവ് രാവിലെ നവടി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് കട്ടിംഗ് ബോർഡിൽ പരത്താനാണ് കേട്ടോ ഇഷ്ടം. ചപ്പാത്തി പരത്തുന്ന സാധനമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കട്ടിംഗ് ബോർഡിൽ പരത്തുമ്പോൾ എന്തോ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൂരിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ രാവിലെ ഇന്ന് ലേറ്റായിട്ടാണ് എണ്ണിച്ച. സാറ്റർഡേ ആയതുകൊണ്ട് ഇവിടെ ആർക്കും പോകണ്ടായിരുന്നു. പൂരിക്കുള്ള എല്ലാം പരത്തി വെച്ചതിന് ശേഷം ഞാനിവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായപ്പം പാം ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം, സൺഫ്ലവറോ വെളിച്ചെണ്ണയോ പാം ഓയിലോ ഒക്കെ. ഇവിടെ പാം ഓയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പാം ഓയിലാണ് എടുത്തത്. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഭൂരി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ. പിന്നെ ഇപ്പം ഏകദേശം എല്ലാവർക്കും ഭൂരിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. എന്നാലും തുടക്കമായിട്ട് ചെയ്യുന്ന ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ പഠിച്ചു വരുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലൊക്കെ പഠിച്ചു വരുന്നവർ ഒത്തിരി ഉണ്ടല്ലോ പാചകം. അപ്പോൾ അവർക്കൊക്കെ അറിയാത്തില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അനുഗ്രഹിക്കുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ യു, സീ യു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യണേ. ഓക്കേ.